അപ്പോൾ നമ്മൾ ജയ്പൂർ എത്തി. നമ്മളൊരു ഹോട്ടലിൽ സ്റ്റേ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത രാജസ്ഥാന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാം. ഇതാണ് നമ്മുടെ ജയ്പൂരിലെ ഹോട്ടൽ RR62. അത്യാവശ്യം വലുപ്പമുണ്ട്, ഇച്ചിരി നല്ല ലുക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആഗ്രയിൽ പണി കിട്ടിയ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ചെക്കിനൊന്നും ചെയ്തില്ല. ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ചെയ്തില്ല. ഇവിടെ വന്ന് റൂം കണ്ട് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നു. ഇവിടെ അത്യാവശ്യം നല്ലതാണ്. 2 rooms for 2 nights ടോട്ടൽ 10,000 ആണ് ആവുന്നത്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. റൂം ഞാൻ മേളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ റൂമിലേക്ക് പോവാണ്. നൈസ് സൈഡ് ടേബിൾ, സോഫ ചെയർ, ഇവിടെ കണ്ണാടി ഉണ്ട്, കെറ്റിലും സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല റൂമാട്ടോ. ഡ്രോയർ, TVയും സംഭവങ്ങളും. ഇത് നമ്മുടെ പെട്ടി അവർ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഇത് ബ്രിഡ്ജ് ആയിരിക്കും. യെസ്, ബ്രിഡ്ജ് ഉണ്ട്. ഇതിന്റെ പുറകിലൊക്കെ ബോർഡുണ്ട്. ഹാങ്ങർ ഉണ്ട്. ഇതാണ് വാഷ്റൂം. ഗുഡ്, നല്ല നീറ്റാണ്. ഓക്കെ, വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് ജയ്പൂർ. അതങ്ങോട്ട് പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പുള്ള വണ്ടിയെല്ലാം കൂടെ വന്നിട്ട് മനുഷ്യന് വാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഓടി ക്രോസ് ചെയ്തു. നമ്മൾ നേരെ ജയ്പൂർ മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ ഒരു സ്ട്രീറ്റ് നിറയെ ഇങ്ങനെ ഷോപ്സ് അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. ക്ലോത്ത്സ്, ബാഗ്സ്, ഷൂസ്, ജ്വല്ലറി, അങ്ങനെ പല ഐറ്റംസും ഉണ്ട് അവിടെ. ഇതെടുക്കണോ രണ്ടും എടുത്തേക്കാം. अंदर भी डिजाइन्स काफी अच्छे हैं. ചുമ്മാ നോക്കായിരുന്നു. मीनाकारी वर्क है ना, मीनाकारी बैंगल. ये मटेरियल कौन सा है? ये फाइबर होता है. इसका लुक जो है वो एलिफेंट की तरह की है. കൊള്ളാം. പക്ഷെ എനിക്ക് റെഡ് ആക്ച്വലി ഇഷ്ടപ്പെട്ടെ. റെഡിന്റെ ഒരു സ്ക്രാച്ച് വന്ന പീസേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ കളർ. आपको क्या प्राइस है? നമ്മൾ ആക്ച്വലി ഹോട്ടലിനോട് ചേർന്നുള്ള ഒരു അറ്റത്തു നിന്നാണ് തുടങ്ങിയത്. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ കുറച്ച് പ്രൈസി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഒരു നടുക്കത്തെ ഭാഗത്തു നിന്ന് തപ്പി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓട്ടോ എടുത്ത് ആ സ്ട്രീറ്റിന്റെ മിഡിലേക്ക് പോവാണ്. ഇവിടെ ഒത്തിരി ജൂത്തീസിന്റെ ഷോപ്സ് കണ്ടു. ഇങ്ങനെ പലതരത്തിലുള്ള ത്രെഡ് വർക്ക്, സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന രീതിയിലുള്ള ജൂത്തീസ് അവൈലബിൾ ആണ്. ഈ കാണുന്ന കേട്ടോ ഹവ മഹൽ. ഇത് ജയ്പൂർ സിറ്റിയുടെ ഏകദേശം നടുക്കായിട്ടാണ് വരുന്നത്. ഷോപ്പിംഗ് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഹോളി പ്രമാണിച്ച് ഇന്ന് ഈ ബസാർ മൊത്തം 8:30 വരെ ഉള്ളൂ. ഇപ്പൊ തന്നെ സമയം 8:15. അതുകൊണ്ട് അധികം സമയം ഇനി നോക്കാനൊന്നും ഇല്ല. കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. നമ്മൾ ആക്ച്വലി ലെഹങ്ക വാങ്ങിച്ചു, ജൂത്തീസ് വാങ്ങിച്ചു, ഇയറിങ്സ് വാങ്ങിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് ഹാപ്പിയൊക്കെയാണ്. വലിയ വിലയില്ലാത്ത സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ബാർഗെയിൻ ചെയ്യണം കേട്ടോ നല്ലപോലെ. നിങ്ങളിവിടെ വരുന്നവരോട് ഞാൻ ഊന്നി ഞാൻ പറയുകയാണ്, ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്തിരിക്കണം. ഞങ്ങൾ വലിയ വിലയിൽ നിന്ന് തുടങ്ങി ചെറിയ വില വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ബാർഗെയിൻ ചെയ്യണം. പിന്നെ ആദ്യമേ കയറുന്ന കടയിൽ നിന്ന് അങ്ങ് സാധനം എടുക്കാതെ കുറച്ചധികം കടകളിൽ കയറി നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ ഒരു റേറ്റ് ഏകദേശം എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ സാധനം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് കുറെ വളയുണ്ടല്ലോ. വേണ്ട, കുറെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. നമ്മളിപ്പോ ഇവിടെ കുറച്ച് അധികം തിരക്കും ഒക്കെ ആയതുകൊണ്ട് കാറും കൊണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ ബൈക്ക് എടുക്കാന്നുള്ള ഒരു പ്ലാനിലാണ്. 2 ബൈക്ക് എടുക്കാമെന്നാണ് പ്ലാൻ. ഈ ഹോളിയുടെ തലേ ദിവസം ഇവർക്ക് ഹോലിക ദഹൻ എന്ന് പറഞ്ഞിട്ടൊരു സെറമണി ഉണ്ട്. അതിനുള്ള പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. ഞങ്ങൾ സാധനമൊക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. തിരിച്ച് നമ്മുടെ MM ഖാന്റെ അവിടെ വന്നു. നമുക്ക് ഉച്ചയ്ക്ക് 2 കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. MM ഖാനും ഗരീബ് നവാസ് എന്ന് പറഞ്ഞ 2 ഹോട്ടൽസ് ആയിരുന്നു സംശയം. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാഞ്ഞ ഹോട്ടലിൽ നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും പാഴ്സൽ മേടിച്ചോണ്ട് പോകാനാണ് പ്ലാൻ. കാരണം ഈ തിരക്ക് കണ്ടോ, ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് ഒട്ടും പോസിബിൾ അല്ല. ആക്ച്വലി ഇന്ന് ഹോളിയും നോമ്പ് തുറക്കുന്നതിന്റെ ഒക്കെ തിരക്കാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, സൂചി കുത്താൻ ഇടയില്ലാതെ തിരക്കാണ്. ബൈക്കോട് ബൈക്കും ചുറ്റിനും. എല്ലാരും ടയേർഡ് ആയിട്ടോ. രാവിലെ തൊട്ട് നടക്കുമല്ലേ. രാവിലെ താജ്മഹൽ പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഈ ഷോപ്സിലൊക്കെ കുറെ നടന്നു. അപ്പൊ നല്ല ടയർഡാണ് എല്ലാവരും. ഇനി രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ ഹോളി സെലിബ്രേഷൻ. വി ആർ വെരി എക്സൈറ്റഡ് അബൌട്ട്. നമ്മൾ ഹോളി ടീഷർട്ട് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് ഹോട്ടലിൽ പോവാം. ഗരീബ് നവാസിനേക്കാളും കുറച്ചും കൂടി പ്രോമിസിംഗ് ആയിട്ട് MM ഖാനിലെ ഫുഡ് തോന്നി. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്തൂരി വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഏത് വഴി കൂടെ ഒക്കെയാണ് ആൾക്കാർ കയറി വരുന്നത്. ഇതിപ്പോ 2 വേ ആക്കിയോ ഈ സൈഡ്. ഈ സാധനം കണ്ടോ, ഹോളിയുടെ സ്പെഷ്യൽ ആയിട്ട് ഇവര് ഇങ്ങനെ ഈ സാധനം കൂട്ടിയിട്ട് കത്തിക്കും. ഈ കാണുന്നത് സിറ്റി പാലസിന്റെ കോമ്പൗണ്ടിലുള്ള ഹോലിക ദഹനാണ്. ഇത് നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട് അവർ അതിന്റെ ഇടയ്ക്ക് കൗഡങ് കേക്ക്സ് ഒക്കെ വെക്കും. ഈ ഹോലിക ദഹന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജീസിനെ മാറ്റി ഈവിളയ്ക്കെതിരെ പ്രൊട്ടക്ട് ചെയ്ത് അതുപോലെ പോസിറ്റിവിറ്റി കൊണ്ടുവരും എന്നൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ട്. ജയ്പൂർ ഫുൾ സിറ്റിയിലും പലയിടത്തായിട്ട് വെച്ചിരിക്കുന്ന ഈ ഹോലിക ദഹന് തീ കൊളുത്തുന്നത് ആദ്യമേ ഈ സിറ്റി പാലസിൽ നിന്ന് ഇറങ്ങുന്നവരാണ്.
ഈ കത്തിച്ച സാധനം കൊണ്ട് ഇവര് 4 വഴിക്ക് ഓടുവാണ്. അവിടെ കൊണ്ട് കത്തിക്കാൻ വേണ്ടിയാട്ടോ, അകത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കാൻ വേണ്ടി അവർ ഓടുന്നേ. അത് കത്തി തീരുമ്പോ അവിടുന്ന് കുറച്ച് ചാരം എല്ലാരും എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ പാത്രങ്ങളില്. വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നു. തന്തൂരി, റുമാലി റൊട്ടി, സാലഡ് എല്ലാരും കഴിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്. ഇന്നാണ് ഹോളി. കണ്ടില്ലേ ഞങ്ങളുടെ അടിപൊളി ഹോളി ടീഷർട്ട്? ബുരാന മാനോ ഹോളി ഹെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് സോനു ബൈക്കെ പറ്റിയ 2 കളറിന്റെ പൊടി തുടച്ചു കളയുന്നു. ഇന്നിനി എന്താ സംഭവിക്കാൻ പോണെന്ന് അവൻ അറിയുന്നില്ലല്ലോ. ഇതെന്തുവാടാ ഇത്? എല്ലാവരുടെയും മുഖം ഇതുപോലെ മോഹൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇരിക്കുന്നു. ഇത് ഒറിജിനലാണോ? ആന്ന് കേട്ടോ. വി ആർ ആക്ച്വലി നൗ ഓൺ ദി വേ ടു ഷീഷ് മഹൽ. ഈ കോലത്തിൽ അതിനകത്ത് കയറ്റുവാൻ അറിയത്തില്ല, പക്ഷെ അവർക്ക് അറിയാലോ ഹോളിയാന്ന്. പക്ഷെ അവർക്ക് അതൊക്കെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട് ചിലപ്പം ക്ലീൻ അപ്പ് ചെയ്തിട്ട് കയറാൻ പറയുമായിരിക്കും. അപ്പൊ അതുവരെയുള്ള പൊടിയും വെള്ളം എല്ലാം കൊണ്ടിട്ട് അവിടെ ചെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുക. ഒന്നും ആയിട്ടില്ല. പക്ഷെ സോനു രമ്യയും രക്ഷപ്പെട്ട് നടക്കാം. അവർ ഇതുവരെ അവരുടെ വൈറ്റ് ക്യാൻവസിൽ ഒന്നും വേണ്ടിയിട്ടില്ല. അതെ, അതിപ്പോ നമുക്ക് ശരിയാക്കി കൊടുക്കാം. ഷീഷ് മഹലിലോട്ട് പോകാന്ന് വലിയ തള്ളിയെങ്കിലും അത് ഹോളി കാരണം ക്ലോസ്ഡ് ആണെന്നുള്ളത് ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആംബേർ ഫോർട്ടിലോട്ട് വിട്ടു. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ അയ്യോ ഒരെണ്ണം അവിടെ നിന്നാണ്. എന്നെ പറ്റി മോനെ, എന്നെ പറ്റി. അയ്യോ നടക്കുന്നു നോക്കി അതിന്റെ പുറത്തോട്. ഇതാണ് ആംബേർ ഫോർട്ട്. ഒളിഞ്ഞു നോക്കാതടാ. ദേഹത്ത് മൊത്തം എന്താ ഒരു കളറ്? എന്താ നിന്നെ കാണിച്ചു തരാടാ. ഹോളി ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ആ ഒരു കാണാൻ ഭംഗിയുള്ള സിൻ്റെ ദൈവമേ എൻ്റെ കോലം. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക. നമുക്കിവിടെ പുറത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അവിടെ നമ്മൾ 1-2 റീൽസ് പ്ലാൻ ചെയ്ത് ഷോർട്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകും. ഇപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ ഫോർട്ട്സും ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത് ബിക്കോസ് ഓഫ് ഹോളി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഹോളി സെലിബ്രേഷൻ ഡൺ റൈറ്റ്. എല്ലാവരും നോർമൽ ആയപ്പോൾ നമ്മൾ ഹോളി ആരും പേടിക്കണ്ട, അവൻ നല്ല അടിപൊളി ബൈക്ക് സ്റ്റണ്ട് റൈഡറാണ്. അപ്പോൾ ഹോളി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാപ്പു ബസാറിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. പിന്നെയും ഷോപ്പിംഗ് ഒക്കെ തന്നെയാണ്. അവിടെ എന്ത് ടൈപ്പ് സാധനങ്ങളാണ് കിട്ടുന്നത് നമുക്ക് പോയി നോക്കാം. ഇവിടെ ബാപ്പു ബസാറിൽ കുറച്ചൊക്കെ കടകൾ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. ഇവിടെയും കൂടുതലും ഇങ്ങനെ ജൂത്തീസും ഡ്രസ്സസും ഒക്കെയാണ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും ഒക്കെ ഇവിടെ കിട്ടുമെന്ന് പറയുന്നു. ബ്ലാങ്കറ്റ്സ് പോലെയുള്ളതൊക്കെ കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ചട്ടമ്പി ഭയങ്കര ക്ഷീണത്തില്ല, ഇന്ന് ഉച്ചയ്ക്ക് ഒട്ടും ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ നമുക്കൊരു ജൂത്തി സ്റ്റോറിൽ ആദ്യം കയറി നോക്കാം. പ്രശ്നമുണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കമ്മൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലല്ലേ? പക്ഷേ ഇതിൻ്റെ ഈ ഒരൊറ്റ ഇവിടെ ഇങ്ങനെ വെറുതെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇതുണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ. എന്താ പരിപാടി? നീ ഉറങ്ങുവാണോ? അങ്ങനെ ബാപ്പു ബസാറിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തത് ഇവിടെ ഒരു ജയന്റ് വീൽ കണ്ടു. ഞാൻ നേരത്തെ ചെറിയൊരു ക്ലിപ്പ് എടുത്തായിരുന്നു. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് സോനുമാണ്, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഞങ്ങൾ ആ ജയന്റ് വീലിൽ കയറാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 8 മണി ആവുന്നു. ഉടനെ തന്നെ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഓടിപ്പോയി നോക്കാം. പിങ്ക് സിറ്റി കാർണിവലാണ്. 10 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ടൈമുണ്ട്. ഇവിടെ ആക്ച്വലി ജയന്റ് വീൽ മാത്രമല്ല, കുറേ അധികം റൈഡ്സ് ഉണ്ട്. നമുക്കിവിടെ എൻട്രിക്ക് 10 റുപ്പീസാണ് പെർ പേഴ്സൺ. ഇത് പെർമനൻ്റ്ലി ഇവിടെ ഉള്ളതല്ല. ഒരു 3 മാസത്തെ കാർണിവലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനിയും ഏപ്രിൽ അവസാനം വരെയാണ് ഇതിവിടെ ഉള്ളൂ. Are you excited? പേടിയുണ്ടോ? Are you excited, Sonu? നിനക്ക് പേടിയാണോ? Come on, man. രമ്യ പേടിയുണ്ടോ? രമ്യ നല്ല ഹൈറ്റ് ഉണ്ട്. എന്താന്നറിയില്ല, രമ്യയുടെ മുഖത്തൊരു പേടി. ഇങ്ങനെ പേടിക്കല്ലേ ആച്ചാ. ഇത് ഓരോ ക്യാമറ ആടുന്നുണ്ട് കേട്ടോ, അപ്പൊ പേടിയാവും. അയ്യോ, പക്ഷെ രസമുണ്ട്
ഇവിടെ ഇങ്ങനെ ഒരു പോട്ടറി എക്സിബിഷൻ പോലെയുണ്ട്. നമ്മൾ പൂനെ പോയപ്പോൾ കണ്ടില്ലേ? പൂനെ വ്ളോഗ് നിങ്ങൾ കണ്ടോ? ഇല്ലെങ്കിൽ പോയി കാണട്ടോ. ഇവിടെ ടോപ്പ് റൈറ്റിൽ കൊടുത്തേക്കാം ലിങ്ക്. അതിൻ്റെ ഒരു ചെറിയ വേർഷനാണിത്. സിമിലർ ഐറ്റംസ് ഒക്കെ തന്നെ, വേറെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഇത് അവിടെ ഉണ്ടായിരുന്ന പിള്ളേർക്കുള്ള ഒരു റൈഡാണ്. ആദ്യം ഇരുത്തിയപ്പോൾ അവനിങ്ങനെ ചുമ്മാ ഫ്ലോട്ട് ചെയ്ത് കളിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ മെക്കാനിസം ഒക്കെ പഠിച്ചിട്ട് അവൻ സ്വന്തമായിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഒരു മസാല ചായ കുടിക്കാൻ പോവാണ്. നല്ല ചൂടാ. ഈ ഗ്ലാസ് ഉണ്ടല്ലോ സിംഗിൾ യൂസ് ആണ്. ഇത് കുടിച്ചു കഴിഞ്ഞ് നമ്മള് കളയുവാണ് ചെയ്യുന്നത്, പൊട്ടിച്ച് കളയുക. ബിരിയാണി ഉണ്ട്, പക്ഷെ ഇത് എൻ്റെ അല്ല, രമ്യയുടെയാണ്. നിനക്കും കിട്ടൂല. ഭയങ്കര എണ്ണയാണ്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം. മട്ടൻ സ്റ്റൂവും ലാബ ചിക്കനും കുഴപ്പമില്ല, ഒരു മധുരമുണ്ട്. നമ്മള് ദ കബാബ് ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു കടയിൽ കഴിക്കാൻ വന്നതാണ്. വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഫുഡ് അത്ര ഭയങ്കര നല്ലൊന്നുമല്ല. പിന്നെ നമുക്ക് ഓർഡർ കൊടുത്തിട്ട് ഡെലിവറി ചെയ്യാൻ കുറച്ചധികം സമയം എടുത്തു. ഒരു ഓർഡർ മറന്നുപോയി, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതാണ് ജൽമഹൽ. ഇപ്പം അത് താജ് ഹോട്ടലായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തല്ലേ. നമ്മളത് കഴിഞ്ഞ് ഹവാ മഹലിലോട്ടൊന്ന് വന്നിരിക്കുകയാണ്. ഇതാണ് ഹവാ മഹൽ. ഇവിടെ ആക്ച്വലി ഇങ്ങനെയല്ല, നമുക്കൊരു 11 o'clock വരെ ഇവിടെ ഈ ഔട്ട് സൈഡ് ബിൽഡിങ്ങിന്റെ ഔട്ട് സൈഡിൽ നിന്ന് ലൈറ്റിംഗ് ഉണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഇന്നലെ അത് കണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോ നമ്മൾ ജസ്റ്റ് 2 ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി ഒന്ന് വന്നു പോവാണ്. ഇതാണ് അജണ്ടയിലെ ഇന്നത്തെ ലാസ്റ്റ് പ്രോഗ്രാം. റൂമിൽ ചെന്നിട്ട് നമ്മൾ ചെറിയൊരു ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത ഏതെങ്കിലും ദിവസം ഷൂട്ട് ചെയ്യാനുള്ളൊരു ഡാൻസ് ആയത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മുടെ ജയ്പൂരിലെ 3ാമത്തെയും അവസാനത്തെയും ദിവസമാണ്. നമ്മളിപ്പോൾ ഇന്ന് സിറ്റി പാലസ് കാണാൻ വന്നിരിക്കുകയാണ്. ഇന്നലെ ഹോളി ആയതുകൊണ്ട് എല്ലാം അടവായിരുന്നല്ലോ. ഗൈഡ് പോലെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഗൈഡ് ചേച്ചി നമ്മളെ 3-4 സ്ഥലങ്ങളിൽ 2-3 മണിക്കൂർ കൊണ്ട് തീർത്തു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പുള്ളിക്കാരിയുടെ വണ്ടിയിൽ കയറുവാണ്. ഇന്ന് ഞാനാണ് ഡ്രൈവറിൻ്റെ കൂടെ. ആദ്യം നമ്മൾ ജന്തർ മന്തറിലേക്കാണ് പോകുന്നത്. ഇവിടെ ഭയങ്കര ക്യൂ ആണ്. പുള്ളിക്കാരി നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് വിടത്തേ ഉള്ളൂ. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കണ്ടിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ പുള്ളിക്കാരി ഇവിടുന്ന് വിളിച്ച് അടുത്തടുത്തോട്ട് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ പുള്ളിക്കാരിയുടെ പരിപാടി. വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. ഇവിടെ ടിക്കറ്റ് ആക്ച്വലി 2 തരത്തിൽ എടുക്കാൻ പറ്റും. ജന്തർ മന്തറിന്റെ മാത്രമുള്ള ടിക്കറ്റ് ആണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റേറ്റ് ആണ്. കമ്പോസിറ്റ് ടിക്കറ്റ് ആയിട്ട് എടുക്കാം. അത് ഈ താഴെ കാണുന്ന 8-10 സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റാണ് കമ്പോസിറ്റ് ടിക്കറ്റ്. അപ്പോൾ പിന്നെ അവിടെ എല്ലാം പോയി ക്യൂ നിൽക്കേണ്ടി വരില്ല. പക്ഷെ നമ്മളിപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളിലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ജന്തർ മന്തറിന്റെ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി ഇവിടെ നിന്ന്. ഇത് ഉന്നംതാശ യന്ത്ര ആണ്. ദക്ഷിണോ വൃത്തി ഭിത്തി യന്ത്ര. കയ്യിലൂടെ എന്തെങ്കിലും സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസും ആംഗുലർ ഹൈറ്റും അത് മെഷർ ചെയ്യും. ഇത് ഇങ്ങനെ ഒരു സ്കെയിൽ ഉണ്ട് ഇതില്. ഇത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇതാണ് സമ്രാട്ട് യന്ത്ര. അവർ പറയുന്നത് ഹെവൻലി ബോഡീസിന്റെ ടൈം ഡെക്ലിനേഷൻ ആൻഡ് അവർ ആംഗിൾ കണ്ടുപിടിക്കും. ഇവിടെ ഇങ്ങനെ ഓരോ സ്ട്രക്ചേഴ്സ് ആയിട്ടുണ്ട്. ഹൊറോസ്കോപ്പിന്റെ പേര് എഴുതിയിരിക്കുന്നത്. അക്വേറിയസ്, ടോറസ്, ഇതാണ് ക്യാൻസർ. ഇത് വെർഗോ. ഇത് ചക്ര യന്ത്രയാണ്. റിംഗ് ഇൻസ്ട്രുമെന്റ് വിച്ച് മെഷേഴ്സ് ദ ഗ്ലോബൽ കോർഡിനേറ്റ്സ് ഓഫ് ഡെക്ലിനേഷൻ ആൻഡ് ദി അവർ ആംഗിൾ ഓഫ് സെലസ്റ്റിയൽ ഒബ്ജക്ട്. ആ ഗൈഡാന്നും പറഞ്ഞ പുള്ളിക്കാരി നമ്മളെ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയില്ലേ ഉള്ളൂ. നമ്മുടെ കൂടെ അകത്ത് വരുമോ എക്സ്പ്ലെയിൻ ചെയ്യുമൊന്നും ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജന്തർ മന്തർ എന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ പുള്ളിക്കാരി പറഞ്ഞു വിട്ടു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണ് നമ്മുടെ വണ്ടി ഉണ്ട്, നമ്മൾ അങ്ങ് പോയാൽ മതിയല്ലോ. ജന്തർ മന്തറിൽ കണ്ട കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഇനി വീട്ടിൽ പോയി നെറ്റ് വായിച്ചിട്ട് വേണം അറിയാനായിട്ട്. അപ്പൊ ഇനി നമ്മൾ സിറ്റി പാലസിലേക്ക് പോവാം. ഇത് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മൾ കാർ പാർക്ക് ചെയ്തെടുത്ത സ്ഥലത്തുനിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോവാണ്. ഇതാണ് നമ്മുടെ സിറ്റി പാലസിന്റെ എൻട്രൻസ് ഗേറ്റ്. ഇന്നലെയും മിനിഞ്ഞാന്നും കണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചൂട് കുറവാണ്, നമ്മൾ പ്രതീക്ഷ അത്ര ചൂടില്ല എന്നൊക്കെ. അന്നില്ലായിരുന്നു, പക്ഷെ ഇന്ന് നല്ല ചൂടുണ്ട്. നല്ല വെയിലും നല്ല ചൂടും. അത് ഈ സമയത്തിന്റെയും കൂടെ ഞാൻ തോന്നി. ഇപ്പൊ ഒരു ഉച്ചയായി. ഇതാണ് സിറ്റി പാലസിന്റെ എൻട്രൻസ്. മഹാരാജ സവായി മാൻസിംഗ് 2 മ്യൂസിയം. ഇവിടെ മ്യൂസിയം തന്നെ എടുക്കാനാണെങ്കിൽ ഒരു റേറ്റ്. കമ്പോസിറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ജയ്ഗർ, ഇവിടുത്തെ സ്ഥലങ്ങൾ ജയ്ഗർ, റോയൽ സേനോട്ടാഫ്, ഇത്രയും കാണാൻ നമുക്ക് വേറെ റേറ്റ്. പിന്നെ നൈറ്റിൽ വരുവാണെങ്കിൽ വേറെയും കുറച്ച് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേറെ റേറ്റ്. അങ്ങനെയാണ് നമ്മളപ്പോൾ ഈ കമ്പോസിറ്റ് ടിക്കറ്റ് എടുക്കാൻ നോർത്തു. കാരണം ജയ്ഗർ പോകാൻ നമുക്ക് അല്ലെങ്കിലും പ്ലാൻ ഉണ്ട്. ഇവിടെയും കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ജന്തർ മന്തറിൻ്റെ അത്രയും
ക്യൂ ഇല്ല ഇവിടെ. നമുക്ക് ടിക്കറ്റ് കിട്ടി, ഒരു മാനുവൽ പോലെയും കിട്ടി. ഇങ്ങനെ വേണം ശരിക്കും. ഈ ഫുൾ സിറ്റി പാലസിന്റെ ഒരു മാപ്പ് ഉണ്ട് ഇതില്. അതുപോലെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഹോളി സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ബഹളമാണ് കേൾക്കുന്നത്. ഇവിടെ കയറുന്ന പാടെ ഒരു ബുക്ക് സ്റ്റോർ ഒക്കെ ഉണ്ട്. ഈ വർക്കൊക്കെ നല്ല രസമുണ്ട്. പീരങ്കി ഉണ്ട് ഗൈസ്, പീരങ്കി രണ്ട് സൈഡിലും ഉണ്ട് ഓരോ. ഓ, പിന്നെ അങ്ങോട്ട് കിടക്കുക ഏതാണ്ടൊക്കെ മെഷീനറി. ഓ, ഈ ചാരിയറ്റ് കണ്ടോ, ഒരു വലിയ ക്രേഡിൽ പോലെ ഉണ്ടല്ലേ. പാവക്കൂത്തിന്റെ ഡോൾസാ. $100 ജയ്പൂരി രജായി. പാലസിന്റെ അകമാണിത്. ഒരു സെൻട്രൽ സ്ക്വയർ പോലെ ഇരിക്കുന്നത്. നല്ലൊരു ഫ്രെയിമാ ഫോട്ടോ എടുക്കാൻ. ഇവിടെ ഇങ്ങനെ ഇച്ചിരി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. ഒരു മ്യൂസിയം പോലെയാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഡിസ്പ്ലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വാളും പരിചകളുമാണ്. സ്പിയർ ഉണ്ട്. അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്, നല്ല രസമുണ്ട്. ഈ മേളിലുള്ളതും കൊച്ചു കത്തികളാണ്, നല്ല രസമുണ്ട്. ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കൊള്ളാം. ഇവിടെ റൈഫിൾസ് ആണ്, റൈഫിൾസിന്റെ ഡിസ്പ്ലേ ആണ്. 4 പീപ്പിളിന് 400 റുപ്പീസിന് ഇവിടെ സിറ്റി പാലസിൽ നിന്ന് തന്നെ നമ്മൾ വിളിച്ച ഗൈഡാണിത്. आपने सुना होगा जयपुर को पिंक सिटी कहते हैं। 1876 में प्रिंस अल्बर्ट घूमने आए थे। उनका वेलकम करने के लिए हमारे किंग थे सवाई राम सिंह जी सेकंड, उन्होंने जयपुर को पिंक कलर करवाया। बट वो पिंक कलर नहीं है, टेराकोटा कलर, ब्रिक्स कलर। ഗംഗാജാലി, ലാർജസ്റ്റ് സിൽവർ വെസൽ ഓഫ് ദിസ് കൈൻഡ് ഇൻ ദ വേൾഡ്. ഹോളി വാട്ടർ ഫ്രം ദ റിവർ ഗംഗ ഹോൾഡ് ചെയ്യുന്ന പാത്രമാണ്. ഇത് സിൽവറിൽ വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൽ പോയിസൺ എന്തെങ്കിലും ആഡ് ചെയ്താൽ സിൽവറിന്റെ കളറും ചേഞ്ച് ആവും. അപ്പൊ അതുകൊണ്ട് അവർ യൂസ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും, ഗ്ലാസും പ്ലേറ്റ്സും എല്ലാം സിൽവറിൻ്റെതാണ്. അവർ സൂര്യവംശി എന്നുള്ള കാസ്റ്റ് ആയതുകൊണ്ട് അവരുടെ ആർമർ കൊണ്ട് അവരിങ്ങനെ സൂര്യന്റെ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്നതാണ്. പ്രീതം നിവാസ് എന്ന് പറഞ്ഞാൽ ഡാൻസിങ് കോർട്ട്യാർഡ് എന്നാണ്. ഇത് പ്രീതം നിവാസ് ആണ് ഈ കാണുന്നത്. ഇത് ഇന്ത്യയിലുള്ള ആദ്യത്തെ പാലസ് ആണ്. 7 സ്റ്റോറി വരുന്നത്. ഇവിടെ കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ട് പോലെയാണ്. ഇവിടെ ചുറ്റിനും ഇങ്ങനെ കിളിവാതിലുകളുണ്ട്, ഇങ്ങനെ കുറച്ച് ഗേറ്റ്സും ഉണ്ട്. ഇവിടെയാണ് റാണിമാര് വന്ന് ഇവിടെ നടക്കുന്ന എന്താന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഇത് കിങ്ങിന്റെ ഓഫീസാണ്. നേരത്തെ കേർട്ടൺ ഒക്കെ ആയിരുന്നു, ഇപ്പൊ ഇതിങ്ങനെ ഗ്ലാസ് ഡോർ ഇട്ട് അവർ സീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ റെനോവേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു പീകോക്ക് മോഡലാണ്. ഈ 4 ഗേറ്റും വരുന്നത് ഒരേപോലത്തെ 4 ഗേറ്റ്സ് ആണ് ഉള്ളത്. 3 ക്ലോസ് ചെയ്തേക്കോ. ഈ ഒരെണ്ണമാണ് പെർമനന്റ്ലി തുറന്നു വെച്ചേക്കുന്നത്. നമ്മളിപ്പോ കയറി വന്ന അതുവഴിയാ, എക്സിറ്റ് ചെയ്യുന്ന അതുവഴിയായിരിക്കും. എന്ത് ഇൻട്രിക്കേറ്റ് ആയിട്ട് ആർട്ട് വർക്ക് ചെയ്തേക്കുന്നത്. ഇത് എലിഫന്റ് ഗേറ്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വെൽക്കമിംഗ് ഗേറ്റ് ആയിരുന്നു. രാജാവ് കയറി വരുമ്പോൾ ഈ 2 ബാൽക്കണീസിൽ ഈ മെയ്ഡ്മാരിരുന്നിട്ട് ഇങ്ങനെ ഫ്ലവർ എറിഞ്ഞ് വെൽക്കം ചെയ്യുന്ന ഗേറ്റ് ആണിത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ്. ഇത് ആക്ച്വലി 3 ആർക്കിടെക്ട്സും കൂടി പണിഞ്ഞതാണ്. ഏറ്റവും മേളിൽ കാണുന്നത് യൂറോപ്യൻ ഡിസൈൻ ആണ്. നടുക്കത്തേത് മുസ്ലിംസിന്റെ ഒരു മുഗൾ ആർക്കിടെക്ചറാണ്. ഏറ്റവും താഴെ വരുന്നത് അമ്പലങ്ങളിൽ കാണുന്ന പോലത്തെ രാജ്പുത്തുകാർ ചെയ്ത ഡിസൈനാണ്. അപ്പൊ അങ്ങനെ ഒരു മതമൈത്രി പരിപാടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഇപ്പോഴത്തെ രാജാവിന്റെ പേര് സവായി പത്മനാഭ് സിംഗ് എന്നാണ്. ആൾ ആക്ച്വലി പൊളിറ്റിക്കലിയും സോഷ്യലിയും ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒത്തിരി ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ. ആളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചുമ്മാ ഒന്ന് കയറി നോക്കിക്കോ. നമ്മളിവിടെ ഇപ്പൊ മ്യൂസിയത്തിൽ കയറിയ മ്യൂസിയത്തിൽ ആക്ച്വലി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞുതരും. गैलरीज में हमारे यहाँ स्पेशल आर्टिकल डिस्प्ले किए गए हैं जो किस तरीके के आर्टिकल राजाओं के टाइम में यूज़ किए जाते थे। आप वहाँ पे हमारे यहाँ एग्जांपल देखेंगे कि हैंडमेड वर्क का भी लॉट ऑफ यूज़ होता था। जैसे हम वॉल हैंगिंग्स भी हमारे यहाँ डिस्प्ले किए हुए हैं, हैंडमेड वर्क है। तो मिरर्स लॉट ऑफ यूज़ किए जाते थे क्योंकि अंदर जब जलाते थे तो रूमों में रिफ्लेक्शंस होता था। और शीश महल का भी हम लॉट ऑफ यूज़ करते थे। तो एक एग्जाम्पल आपको यहाँ देखने को मिल रहा है। आपको यहाँ पे जयपुर की रजाइस वगैरह भी आपको यहाँ पे देखने को मिलेगा क्योंकि जयपुर हमारा रजाई के लिए भी बहुत फेमस है। तो उसे भी हमारे यहाँ डिस्प्ले किया हुआ 100 ग्राम का रजाई। इसके अलावा हमारे यहाँ पे आपको देखने को मिलेगा एक स्पेशल आउटफिट सवाई माधो सिंह फर्स्ट का, जो कि हमारे 3rd नंबर के किंग है। 7 फीट टॉल थे, 4 फीट वाइडर थे एंड 250 उनका kg वेट था। उनका ड्रेस कोड भी हमारे यहाँ डिस्प्ले किया हुआ है। आप यहाँ पे हमारे रानियों के द्वारा यूज़ की लहंगा चोलीस भी देख सकते हैं। इसमें गोल्ड एंड गोटा पत्ती का काम है। उसमें हम घूंघट रखा करते थे रानियाँ, उनको भी दिखाया गया है। इसके अलावा हमारे यहाँ की पश्मीना शॉल एंड साड़ियों का भी डिस्प्ले किया गया कि जो गायत्री देवी जी के बाद स्टार्ट किया गया साड़ियाँ वेयर करना, उससे बिफोर सभी रानियाँ घूंघट रखा करती थी। इसके अलावा आपको टर्बन्स वगैरह, पश्मीना कारपेट्स हैं। हमारे यहाँ पे स्पेशल ड्रेस कोड आपको एक और देखने को मिलेगा जिसे कहते हैं 320 प्लेट्स का ड्रेस कोड। जैसे जामा, जो मैरिज जामा है, जो हमारे राजा सवाई प्रताप सिंह जी जो 5 नंबर के जनरेशन थे उन्होंने यूज़ किया। तो आप जब भी यहाँ पधारे तो आप इस आर्टिकल को जरूर देखें और यहाँ आके आनंद लें। ഈ പുള്ളി നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക്. आपका नाम क्या है? ओम प्रकाश शर्मा। ओम प्रकाश शर्मा.
ഈ വീഡിയോ ഒക്കെ കണ്ടാലും നമുക്ക് ഈ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇവിടുന്ന് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗൈഡിനെ എടുത്തുകൊണ്ട് വരുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. കാരണം ഏറ്റവും മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽസ് വരെ ഈ പുള്ളി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയാണോ നമുക്കറിയില്ല, പക്ഷെ എന്തായാലും ഒരു ഗൈഡിന്റെ ആവശ്യമുണ്ട്. ഇത് ഈ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഫ്ലാഗ് ഡിസൈൻ ആണ്. ഈ ഡിസൈൻ തന്നെയാണ് ആള് വേൾഡ് കപ്പിൽ പോളോ കളിക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് പുള്ളിയുടെ യൂണിഫോം ഈ ഡിസൈൻ തന്നെയായിരുന്നു. നമ്മുടെ സവായ് പത്മനാഭ് സിംഗ് ഇന്നലെ ഫാമിലി ആയിട്ട് ഇവിടെ വന്നിരുന്നു ഹോളി ആഘോഷിക്കാനായിട്ട്. നമ്മുടെ സിറ്റി പാലസ് ടൂർ ഓൾമോസ്റ്റ് കഴിയാറായി. ആക്ച്വലി 1.5-2 hours എടുക്കും ഇതിനകത്ത്. നമ്മൾ ഇതിന് മുമ്പേ വായിച്ച് കേട്ടായിരുന്നേ, പക്ഷേ അത് നമ്മൾ വിചാരിച്ചു പിന്നെ ഒരു പാലസിനാണ് എത്ര സമയം എടുക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒത്തിരിയും കാര്യങ്ങൾ കാണാനും അതിനെപ്പറ്റി ഗൈഡ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പറഞ്ഞുതരും. അപ്പൊ എല്ലാം നന്നായിട്ട് കാണണമെങ്കിൽ ആക്ച്വലി 1-2 മണിക്കൂർ തന്നെ എടുക്കും. ആക്ച്വലി എല്ലാവരും നല്ല ടയർഡ് ആയിട്ടുണ്ട്. ഇപ്പം ഉച്ചവെയിലത്ത് കുറെ നടക്കുകയും ചെയ്തു. ഇതിനകത്ത് ഇപ്പൊ കയറിയിട്ട് തന്നെ കുറച്ചു നേരമായി. ഇപ്പൊ മണി 3:30 ആവുന്നു. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി ഉടനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാനുള്ള പ്ലാനാണ്. എല്ലാരും തളർന്നൊരു വഴിയായി. നമ്മൾ ഇന്നലത്തെ കബാബ് ഷോപ്പ് എന്ന് പറഞ്ഞ ആ റെസ്റ്റോറന്റിൽ തന്നെ വന്നു. ഇന്നലെ റൊട്ടിയും കറിയൊക്കെ ജസ്റ്റ് കുഴപ്പമില്ലാന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബിരിയാണി നല്ലതായിരുന്നു. അതുകൊണ്ട് ഇപ്പം ബിരിയാണി കഴിക്കാൻ നോക്കി ഇങ്ങോട്ട് വന്നു. ഒരാള് മാത്രം റൊട്ടിയും കറിയാണ്. എന്താകുമോ എന്തോ. കഴിച്ചിട്ട് നമ്മൾ നേരെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജയഗഡ് എന്ന് പറയുന്ന ഫോർട്ടിലേക്ക് പോകും. അവിടുത്തെ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ഇവിടുന്ന് എടുത്തിട്ടുണ്ട്, സിറ്റി പാലസിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ജയഗഡ് ഫോർട്ടിലേക്ക് പോകുന്ന വഴി ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. പ്ലസ് ഈ സമയത്ത് നല്ലൊരു വെതറും നല്ല കൂൾ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് സൺസെറ്റ് വ്യൂ. അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഫോൺ ഇപ്പൊ താഴോട്ട് വീഴണം. ഇത് വേറെ സൈഡിലെ വ്യൂ, ഇത് വേറെ സൈഡിലെ വ്യൂ. എല്ലാം എന്ത് ഭംഗിയാ നോക്ക്. ജയ്വാൻ ക്യാനൽ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വെരി ബ്യൂട്ടിഫുൾ. ഈ ഒരു മൊമെന്റിൽ ഐ വാസ് ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ. ഈ ഒരു ട്രിപ്പിനും ട്രിപ്പിലെ കമ്പനിക്കും ഈ ഒരു ഭംഗി കാണാൻ പറ്റിയതിലും ഒക്കെ. നമ്മൾ ഇവിടുത്തെ ഖജനാവ് കാണാൻ പോണ ഗൈസ്. വാട്ടർ ടാങ്കറിന്റെ അടിയിൽ എങ്ങാണ്ടായിട്ടാണ് ഇത് വരുന്നതെന്നാണ് പറഞ്ഞത്. ഇത് ഇത്ര വലിയത് ടാങ്ക് ആണ്. നമ്മൾ അവിടെ വെച്ച് കണ്ട കനാൽ ത്രൂ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് വെള്ളം ഇതിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ കാണുന്നതാണ് അതിന്റെ ബേസ്. അവിടെ തൊട്ട് ഓരോ സ്റ്റെപ്പ് മേലോട്ട് പോകും തോറും അതിന്റെ ലിറ്റേഴ്സോ അങ്ങനെ എന്തോ കണക്കുണ്ട്. പണ്ട് കാലത്ത് ക്യാമൽസിന്റെ പുറം, അതായത് ഹമ്പിന്റെ ഏറ്റവും അതുകൊണ്ട് ആ സ്കിന്ന് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബക്കറ്റ് ഉണ്ട്. ആ ഒരു സാധനത്തിലാണ് വെള്ളം കോരിക്കൊണ്ട് മേലോട്ട് പോയിക്കൊണ്ടിരുന്നത് ആൾക്കാർ. ഇന്നത്തെ കാലത്ത് ഈ ഇലക്ട്രിഫിക്കേഷൻ എല്ലാം നടന്നുകൊണ്ട് മോട്ടറൈസ്ഡ് ആയി എല്ലാം. ഇത് ചെയ്യുന്നുണ്ടോ, പൈപ്പ് ഇട്ടേക്കുന്നുണ്ടോ. എന്നിട്ട് ഇത് പണ്ടത്തെ കാലത്തെ സോൾജേഴ്സിന്റെ റൂംസ് ആണ്. ഫുള്ള് ഗാർഡ്സിന്റെ ഇവിടുത്തെ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള റൂംസ് ആണ് ഓരോന്ന്. ഗൈഡ് പറഞ്ഞ കടുകട്ടി ഹിന്ദി എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഇവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതേ ഒരു ഒട്ടകത്തിനെയും കൊണ്ട് കൂളായിട്ട് നടന്നു പോണു. ഇവിടെ തന്നെ ഒരു ക്യാൻറ്റീനും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ കയറി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതെ, ഏറ്റവും ആദ്യം ഫുഡ് വന്നോണ്ടിരുന്ന വ്യക്തിയാ. ആദ്യ ഹൗസ് ലൈം ജ്യൂസ്. അവിടുന്ന് ഇറങ്ങി നമ്മളിനി കുറച്ചും കൂടി ഹൈറ്റിലുള്ള നഹർഗഡ് ഫോർട്ടിലേക്കാണ് പോകുന്നത്. നൈറ്റ് ടൈമിലെ ഫുൾ ജയ്പൂർ സിറ്റി വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നഹർഗഡ് ഫോർട്ട്. ഫോർട്ടിന്റെ അകമാണ്. ഇവിടെ കയറിയപ്പോൾ ചാച്ചനൊരു നെഗറ്റീവ് വൈബ് അടിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുമോ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ നമ്മളൊരു ഇംപ്രോംപ്റ്റു ഡാൻസ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പാട്ട് പോലും തീരുമാനിക്കാതെ ഞങ്ങൾ സ്റ്റെപ്പ് ഇട്ടു എന്നുള്ളതാണ് സത്യം. ജയ്പൂർ സിറ്റി അറ്റ് നൈറ്റ്. എന്ത് ഭംഗിയാ നോക്ക്. കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് ആൻഡ് ദ മൂൺ. അതോടെ നമ്മുടെ ജയ്പൂരിലെ കറക്കമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ജോധ്പൂർ ആണ്. ഈ രാത്രി തന്നെ നമ്മൾ ജോധ്പൂരിലേക്ക് പോവാണ്. അപ്പൊ ബാക്കി ജോധ്പൂരിലെ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ ട്യൂൺഡ്.